നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് വൽക്കരണത്തെ ചെറുക്കുന്ന സിഒയുടെ നയം മാതൃകാപരമാണെന്ന് മുൻ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ എം.എൽ.എ. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ പോരാട്ടം എളുപ്പമല്ല. എന്നാൽ ഇത്തരം സമരങ്ങൾ വിജയിച്ച അനുഭവം കൈമുതലാക്കി സിഒയെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. സിഒയെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായ പോരാട്ടം എളുപ്പമല്ല. എന്നാൽ ഇത്തരം സമരങ്ങൾ വിജയിച്ച അനുഭവം കൈമുതലാക്കി സിഒയെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് വൽക്കരണം ചെറുക്കാൻ സിഒയ്ക്ക് കഴിയണം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തൊഴിലാളി എന്ന പദം പോലുമില്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കേബിൾ ടിവി മേഖല സംരക്ഷിക്കപ്പെടണമെന്നും ടി.പി. രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പ്രതിനിധി സമ്മേളന നഗരിയായ കോഴിക്കോട് തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാൾ പരിസരത്ത് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പതാക ഉയർത്തിയതോടെയാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയത്. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്രോഡ്കാസ്റ്റിംഗ് രംഗത്ത് ലോകഭീമനെ പോലും വിഴുങ്ങുന്ന കുത്തകയായ റിലയൻസിനെ ചെറുത്താണ് സിഒഎ മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കുത്തകകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില ഉദ്യോഗസ്ഥർ കെഎസ്ഇബി പോസ്റ്റുകളുടെ പേരിൽ നിരന്തരം കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ ഉപദ്രവിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസൻ എന്നിവരും പ്രസീഡിയം നിയന്ത്രിച്ചു. സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ, സാമ്പത്തിക റിപ്പോർട്ട് സംസ്ഥാന ട്രഷറർ പി.എസ്. സിബി എന്നിവർ അവതരിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി.എസ്. ജ്യോതികുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ ഒ. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിമാരായ നിസാർ കോയപ്പറമ്പിൽ, പി.ബി. സുരേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ. വിജയകൃഷ്ണൻ, കെ. ഗോവിന്ദൻ, രാജ്മോഹൻ മാമ്പ്ര, പി.എസ്. രജനീഷ്, പ്രിജേഷ് അച്ചാണ്ടി, കെ.ബി. ബിജുകുമാർ, പി.പി. സുരേഷ് കുമാർ എന്നിവരും സംബന്ധിച്ചു. 306 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ചർച്ച നാളെയും തുടരും. നാളെ വൈകിട്ട് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് ഡെസ്ക് സിസിടിവി. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. മാർച്ച് 4-ന് ആരംഭിച്ച 25-നാണ് പരീക്ഷ സമാപിക്കുക. പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ വർഷം രാവിലെയാണ് SSLC പരീക്ഷയുടെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് പരീക്ഷാ സമയം. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തിൽ 4,27,105 വിദ്യാർത്ഥികൾ 2,971 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതും. ഗൾഫിൽ 8 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതും. SSLC പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറിന്റെ വിതരണം ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലായിരിക്കുകയാണ്. തിങ്കളാഴ്ച മലയാളം 1-ാം പേപ്പർ പരീക്ഷയോടുകൂടിയാണ് ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കുക. 6-ാം തീയതി ഇംഗ്ലീഷ്, 11-ാം തീയതി ഗണിതശാസ്ത്രം, 13-ാം തീയതി മലയാളം സെക്കൻഡ്, 15-ാം തീയതി ഊർജ്ജതന്ത്രം, 18-ാം തീയതി ഹിന്ദി, 20-ാം തീയതി രസതന്ത്രം, 22-ന് ജീവശാസ്ത്രം, 25-ന് സോഷ്യൽ സയൻസ് എന്നിങ്ങനെയാണ് പരീക്ഷാ ടൈം ടേബിൾ. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 28,000 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. 1,843 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. 25-ന് അവസാനിക്കുന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം 70 ക്യാമ്പുകളിലായി ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളിലായി നടക്കും. മറ്റു ക്ലാസ്സിലെ വാർഷിക പരീക്ഷ മാർച്ച് 18 മുതൽ 26 വരെയായിരിക്കും നടത്തുക. ഹൈസ്കൂൾ ഉൾപ്പെട്ട LP, UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാർച്ച് 5 മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക. സിസിടിവി ന്യൂസ്, കേച്ചേരി. പട്ടാമ്പിയിൽ വാഹനാപകടം, 2 പേർക്ക് പരിക്കേറ്റു. കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലെ കോളേജിന് സമീപത്ത് വെച്ച് അപകടമുണ്ടായത്. കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രക്കാർക്കാണ് പരിക്ക് പറ്റിയത്. അണ്ടലാടി സ്വദേശികളായ അഭിനവ്, അർജുൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാറുമായി കൂട്ടിയിടിച്ചതെന്നാണ് പറയുന്നത്. നൂറ്റിപ്പത്താമത് നേർച്ച ആഘോഷത്തിൽ പട്ടാമ്പി. രാവിലെ നടന്ന കൊടിയേറ്റത്തിൽ നിരവധി കരിവീരന്മാർ അണിനിരന്നു. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ ചടങ്ങിലായിരുന്നു നേർച്ച കൊടിയേറ്റം.
പ്രസിദ്ധമായ 110ാമത് പട്ടാമ്പി നേർച്ചാഘോഷത്തിലാണ് പട്ടാമ്പി പട്ടണം. ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. പട്ടാമ്പിയുടെ ദേശോത്സവമായാണ് നേർച്ച കൊണ്ടാടുന്നത്. 60ഓളം ഉപാഘോഷ കമ്മിറ്റികളുടെയും കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു നേർച്ചാഘോഷം. രാവിലെ ജാർത്തിന് സമീപം കൊടിയേറ്റത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. കേന്ദ്രാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ കൊടിയേറ്റത്തിനുള്ള പാരമ്പര്യ അവകാശികളെ സ്വീകരിച്ച് ടൗണിലൂടെ സഞ്ചരിച്ചാണ് ജാറത്തിന്റെ മുന്നിൽ എത്തിയത്. തുടർന്ന് തക്ബീർ ധ്വനികളുടെ അകമ്പടിയിൽ പാരമ്പര്യ അവകാശികൾ കൊടി കയറ്റി. മുഹമ്മദ് മുഹസിൻ MLA, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, മറ്റു ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നിരവധി ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങളും ഈ സമയത്ത് ജാറത്തിങ്കൽ എത്തിയിരുന്നു. വൈകുന്നേരത്തോടെ നഗരപ്രദക്ഷിണ ഘോഷയാത്രയും ആരംഭിച്ചു. ചാലിശ്ശേരി ശ്രീ കുളത്താണി വിഷ്ണുശാസ്ത ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 5:30 നട തുറക്കും. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ഗജവീരനും പഞ്ചവാദ്യവും അകമ്പടിയാകും. തുടർന്ന് 15ഓളം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ നടക്കും. പുലർച്ചെ 1:30 താളത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ബുധനാഴ്ച രാത്രി 2 കമ്മിറ്റി പരിസരത്ത് കോമഡി ഷോയും ശിങ്കാരി ഫ്യൂഷനും നടക്കും. പൂരാഘോഷത്തിന് കുളത്താണി ദേവസ്വം പ്രസിഡന്റ് കീഴൂട്ട് ശങ്കരൻ നായർ, സെക്രട്ടറി കൊല്ലഴി മങ്ങാട്ട് രവീന്ദ്രൻ, ട്രഷറർ പെറ്റേടത്ത് ഗോവിന്ദൻ നായർ എന്നിവരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകും. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായുള്ള തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊപ്പത്ത് നടന്നു. മുഹമ്മദ് മുസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായാണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പിന്റെ തുള്ളിമരുന്ന് വിതരണം നൽകുന്നത്. പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് നടത്തിയത്. മുഹമ്മദ് മുഹസിൻ MLA കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിക്കൊണ്ടായിരുന്നു ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. നിസ്സഹായമായി സമൂഹം നിന്നിരുന്നൊരു കാലമുണ്ട്. പോളിയോക്ക് മരുന്ന് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പോളിയോ വരാതിരിക്കാനുള്ള ശ്രമമാണ്, അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ലോകം മുന്നോട്ട് വച്ചത്.
അതിൻ്റെ ഭാഗമായിട്ടാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചത്. പിന്നീട് തുള്ളിമരുന്ന് കൂടി കണ്ടുപിടിച്ച് ഈ പ്രതിരോധ പ്രവർത്തനം വളരെ ശക്തമാക്കിയത്. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് പോളിയോ ബാധിച്ച് മരിക്കുകയോ അല്ലെങ്കിൽ ബാധിച്ച് പെർമനന്റ് ഡിസബിലിറ്റി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ ഇടപെടലിൻ്റെ ഭാഗമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും യുനിസെഫിൻ്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും ഇടപെടലിൻ്റെ ഭാഗമായി വളരെയേറെ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് തന്നെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്തു. ജില്ലയിൽ 2 ലക്ഷത്തോളം കുട്ടികൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടത്. ഇതിനായി 2499 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും മറ്റും ബൂത്തുകൾ സജ്ജമാക്കിയിരുന്നു. 6648 വാളണ്ടിയർമാരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ അധ്യക്ഷയായിരുന്നു. DMO ഡോക്ടർ KR വിദ്യ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ AK അനിത, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ADHS ഡോക്ടർ റീത്ത, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചെറുതുരുത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ ക്വാർട്ടേഴ്സിൽ നിന്നും ഒറ്റപ്പാലം കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുക്കുന്നതായി പരാതി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും സംയുക്തമായി പരിശോധന നടത്തി. 11ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലാണ് ഈ ദുരവസ്ഥയുള്ളത്. ഉടമസ്ഥനോട് പരാതി പറഞ്ഞ വീട്ടുകാരോട് ഒഴിഞ്ഞുപോകുവാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെന്നും താമസക്കാർ പറയുന്നു. നിലവിൽ 2 ആഴ്ചയായി സ്ലാബുകൾ എടുത്തുമാറ്റിയ അവസ്ഥയാണ്. ദുർഗന്ധം വമിക്കുന്നത് മൂലം വഴിയാത്രക്കാർക്കും വീട്ടുകാർക്കും മൂക്കുപൊത്താതെ നടക്കാൻ കഴിയുന്നില്ല. നിരവധി നിത്യരോഗികളാണ് ഇവിടെ താമസിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് മലിനജലം സംസ്ഥാന പാതയിലേക്ക് ഒഴുക്കിയതിന് 25,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. എന്നാൽ ഇതുവരെ തുക അടച്ചിട്ടില്ലെന്നും അതിന്റെ മേൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണെന്നും പഞ്ചായത്ത് പോലീസിനും പൊല്യൂഷൻ വകുപ്പിനും പരാതി കൈമാറിയതായും പഞ്ചായത്ത് സെക്രട്ടറി ഷെരീഫ് പറഞ്ഞു. വാർഡംഗം KR ഗിരീഷും സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, തളി. ഇനി നവമാധ്യമ കാഴ്ച. പെയിന്റിംഗ് ക്യാൻവാസായി വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കാഴ്ച കൗതുകമുണർത്താറുണ്ട്. വ്യത്യസ്തതയ്ക്കൊപ്പം അല്പം കൗശലബുദ്ധി കൂടി ചേരുമ്പോഴാണ് കല നർമ്മമുണർത്തുന്നത്. കാണാം മരത്തംകോട് നിന്ന് ജെസി ബാബു നൽകിയ ദൃശ്യം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.